ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ആണെങ്കിലും ചുരിദാറിൻ്റെ ആണെങ്കിലും എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. പക്ഷേ ഇപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു സ്ലീവിൽ നമുക്ക് പഫ് കൈയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ആ പഫ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണ സ്ലീവ് വയ്ക്കുന്നതല്ല, പഫ് സ്ലീവാണ്. അപ്പോൾ ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്, 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ്, അല്ലാതെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. എന്നിട്ട് ഈ തുണിയുടെ ഈ സൈഡ് പീസൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൽ ലെങ്ത്ത് ഒരു 12 ഇഞ്ച് എടുക്കാം. അപ്പോൾ ലെങ്ത്ത് 12 ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേസ്റ്റ് ഒരു 8 ഇഞ്ചും എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത് ഒരു 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്, വേസ്റ്റ് ഒരു 8 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇനി സൈഡാണ്. സൈഡ് ഇതേ ഇതുപോലെ മേലെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക്, അതായത് കൈക്കുഴിൻ്റെ ഭാഗത്തേക്ക് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ ഒരു 2.5 ഇഞ്ചും ഷേപ്പിന് എടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ ഇതേ താഴെ എൻഡിൽ നമ്മൾ ഇവിടെ 8 ഇഞ്ചാണെങ്കിൽ താഴെ 1 ഇഞ്ച് കുറച്ചിട്ട് 7 ഇഞ്ചാക്കി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഇതേ സ്ലീവിൻ്റെ ആം ഹോൾ, അതായത് കൈക്കുഴി നമ്മൾ വരയ്ക്കേണ്ടത് ഇതേ ഇതുപോലുള്ളൊരു ഷേപ്പിലാണ്. ഇതുപോലെ സ്ലീവിൻ്റെ ഏറ്റവും മേലെ ഷോൾഡറിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഇതുപോലെ ഉള്ള ഷേപ്പിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു ഷേപ്പ് എടുക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ പഫ്, അതായത് പഫ് കൂടുതലൊന്നും വെക്കുന്നില്ല. ഒരു സ്ലീവിൽ 5 പഫ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഇതേ ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടണം. നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് വരുന്ന ഭാഗം നമ്മൾ, അതായത് ഈ മേലെയുള്ള 2 പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചിട്ട് കുഴിച്ച് വെട്ടുക. കുഴിച്ച് വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 പീസ് മാത്രം എടുത്തിട്ടാണ് കുഴിച്ച് വെട്ടേണ്ടത്. 2 പീസാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ആ കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മൾക്ക് അടയാളപ്പെടുത്തണം. അതിനാണ് ഇതുപോലെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ സ്ലീവിലും ഇവിടെ നമ്മൾ ഫ്രണ്ടിലിപ്പോൾ കുഴിച്ച് വെട്ടിയ ഭാഗം ടക്ക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ സ്ലീവിൻ്റെ സെൻറ്ററിലും ടക്കിട്ട് കൊടുക്കണം. സെൻറ്ററും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാനാണ് സെൻറ്ററിലും ടക്കിട്ട് കൊടുക്കുന്നത്. നമ്മൾ സ്ലീവ് വയ്ക്കുമ്പോൾ ഈ ടക്കിട്ട ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ ഷോൾഡറിൻ, അതായത് നമ്മൾ ബ്ലൗസിലാണോ ചുരിദാറിലാണോ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഷോൾഡറിൽ തന്നെ ഈ സെൻറ്റർ ഭാഗം വരണം. എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ, ഇപ്പം ഞാൻ 5 പ്ലീറ്റ്സാണ് ഈ ഒരു പീസിൽ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ സെൻറ്ററിൽ ഒരു പ്ലേറ്റ് ഇടുക. എന്നിട്ട് ആ സെൻറ്ററിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമുക്ക് 2 പ്ലേറ്റ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെറിയൊരു പഫാണ് ഇപ്പോൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.